നമസ്കാരം, പ്രവാസി മലയാളിലേക്ക് സ്വാഗതം. മസൂദ് അസറിനെ UN ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തെ ചൈന മാത്രമാണ് എതിർത്തത്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ കാണാനില്ലെന്ന പാകിസ്ഥാൻ മന്ത്രിയുടെ വാദം തള്ളി ഇന്റലിജൻസ് റിപ്പോർട്ട്. പാകിസ്ഥാൻ സൈന്യവും ഐഎസ്ഐയും ചേർന്ന അസറിനെ പാകിസ്ഥാനിലെ രഹസ്യ താവളത്തിൽ താമസിച്ചിരിക്കുകയാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇന്ത്യ ടുഡേയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിട്ടത്. ബാവൽപൂരിലെ രഹസ്യ കേന്ദ്രത്തിലാണ് മസൂദ് അസറും കുടുംബവും ഉള്ളതെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. പാക് സേന മസൂദിന് കനത്ത സുരക്ഷതയാണ് ഒരുക്കിയിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെ പുതിയ ആസ്ഥാനമാണ് ഇതെന്നാണ് കരുതുന്നത്. പത്താൻകോട്ട് ഭീകരാക്രമണത്തിനും പുൽവാമ ആക്രമണത്തിനും പിന്നിൽ മസൂദ് അസറാണ്. അസറിനെതിരെ നടപടിയെടുക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പാകിസ്ഥാൻ നടപടിക്ക് തയ്യാറായിരുന്നില്ല. മസൂദ് അസറിനെ കാണാനില്ലെന്ന് പാക് ധനമന്ത്രി ഹമാദ് അസർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. UN ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ സമ്മേളനം പാരീസിൽ നടക്കുന്നതിന് മുന്നോടിയായാണ് ഹമാദ് അസറിന്റെ പ്രതികരണം. അസറിനെ കാണാതായതിനാൽ കേസെടുക്കാനാകില്ലെന്നായിരുന്നു മന്ത്രിയുടെ വാദം. പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ആവശ്യപ്പെട്ടതനുസരിച്ച് UN മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യയുടെ നയതന്ത്ര വിജയമായാണ് ഇത് വിലയിരുത്തപ്പെട്ടിരുന്നത്. മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തെ ചൈന മാത്രമായിരുന്നു എതിർത്തത്. പുൽവാമ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ ഒളിവിലാണെന്നും കണ്ടെത്താനാവുന്നില്ലെന്നുമുള്ള പാകിസ്ഥാൻ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ഇന്ത്യ രംഗത്തെത്തിയിരിക്കുകയുമാണ്. ഫെറ്റി ഹെഫിന്റെ പാരീസ് പ്ലാനറി മുതൽ പാകിസ്ഥാൻ ഈ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നതെന്ന് ഇന്ത്യൻ പ്രതിനിധികൾ പറയുന്നു. വീണ്ടും പാകിസ്ഥാൻ ഈ നിലപാട് തന്നെയാണ് തുടരുന്നതെങ്കിൽ മസൂദ് അസ്ഹർ പിടിക്കാൻ ആവശ്യമായ ഏകോപനം ഡൽഹിയിൽ നിന്നും നടത്താം. പാക് സർക്കാർ പിടികൂടുമെങ്കിൽ മസൂദ് ഇപ്പോൾ കഴിയുന്ന സ്ഥലം ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഞങ്ങൾ പറഞ്ഞു തരാമെന്ന് ഇന്ത്യൻ പ്രതിനിധികൾ പറഞ്ഞു. മസൂദ് അസ്ഹറും കുടുംബവും റാവൽപിണ്ടിയിലെ ചക്സസാദ് എന്ന സ്ഥലത്താണുള്ളത്. ഇസ്ലാമാബാദിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണത്. പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ സഹായത്തിലാണ് മസൂദ് അവിടെ കഴിയുന്നതെന്ന് ഇന്റലിജൻസിനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. 2019 ഫെബ്രുവരി 27-ന് US, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ ഫ്രാൻസാണ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയം രക്ഷാസമിതിയുടെ 1267 ഉപരോധ സമിതിയിൽ അവതരിപ്പിച്ചത്. ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ 40 CRPF ജവാന്മാർ വധിച്ചതിന് പിന്നാലെയായിരുന്നു ഈ നടപടി. മസൂദിനെ കൂടാതെ മുംബൈ ഭീകരാക്രമണത്തിലെ സൂത്രധാരനിൽ ഒരാളായ സക്കീർ ഉർ റഹ്മാൻ ഒളിവിൽ കഴിയുന്ന സ്ഥലവും ഇന്റലിജൻസ് പുറത്തുവിട്ടു. ബർമ ടൗണിലെ ISIയുടെ സംരക്ഷണത്തിലാണ് സക്കീർ കഴിയുന്നതെന്ന് ഇന്റലിജൻസ് പറയുന്നു. സക്കീറും ഒളിവിലാണെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഇയാൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്തതിനെയും ഇന്ത്യ കുറ്റപ്പെടുത്തി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.